ഹായ് ഫ്രണ്ട്സ്, കണ്ടാലേ ഒരു ബ്രോസ്റ്റിൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇത് ബ്രോസ്റ്റ് അല്ല കേട്ടോ, സാധാ ചിക്കൻ പൊരിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കല്ലേ. പല തരത്തിലുള്ള ചിക്കൻ പൊരിച്ചതാണല്ലേ ഇപ്പോൾ ഉള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടോ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ പൊരിച്ചത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 10-15 വെളുത്തുള്ളിയൊക്കെ എടുക്കുക. നിങ്ങളെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുണ്ടാവും. പിന്നെ മുളക് പൊടി, ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നിങ്ങൾ സാധാരണ ഒരു ചിക്കൻ കായം തേക്കുമ്പം എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യൽ അതേപോലെ അതേ അളവിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ ഒരു വലിയ ചെറുനാരങ്ങൻ്റെ നീരും, നിങ്ങളെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും. നിങ്ങളെ കയ്യിൽ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ ഇട്ട് കൊടുക്കരുത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇവിടെ കറിവേപ്പിലയും മല്ലിയിലും ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ടാണ്, എനിക്കാണിപ്പോൾ ചിക്കൻ പൊരിക്കും വേണം, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഈ അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ച് വെള്ളമൊക്കെ നല്ലോണം വാർന്നിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ എല്ലായിടത്തും മസാല ആക്കിയതിന് ശേഷം ഇത് മൂടി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഞങ്ങളിത് പൊരിക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് പൊരിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് പൊട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് ജ്യൂസിയായി നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഈ മുട്ട കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം പിന്നെ ഇല്ലാതില്ല. ഏതായാലും കോഴിമുട്ട ഇതിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുക്കുന്നതാണ് കോൺഫ്ലേക്സ്. അതാണ് നമ്മളെ താരം. കോൺഫ്ലേക്സ് എടുത്തിട്ട് ഇതേപോലെ ഒരു പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഈ ചിക്കൻ ഇടുന്നതിൻ്റെ മുന്നേ ഈ കോൺഫ്ലേക്സിൽ ഒന്നിട്ടൊന്ന് ഉരുട്ടി പുരട്ടിയെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ പൊരിച്ച റെഡിയാവും. നല്ല ക്രിസ്പി ആയിട്ടും ജ്യൂസി ആയിട്ടും കിട്ടും കേട്ടോ. കാരണം പുറത്ത് നല്ല ക്രിസ്മീസ് ഉണ്ടാവും, നല്ല ഉള്ളിൽ നല്ല ബ്രോസ്റ്റിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പോലെ നല്ല ജ്യൂസി ആയിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കല്ലേ. അപ്പോൾ കോൺഫ്ലേക്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലൊരു ചിക്കൻ പൊരിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.